ഇത്ര പെട്ടെന്ന് നേരം എടുത്തോ? ഞാൻ കുറച്ചു നേരമല്ല നിങ്ങൾ ഈ പൊട്ടിക്കുന്നേ. ഞാൻ എന്തൊക്കെ പുതിയ പ്ലേറ്റ് മേടിച്ചു വെക്കോ, രണ്ടാമത്തെ ദിവസം നിങ്ങൾ അത് പൊട്ടിച്ചിരിക്കും. കിട്ടിയവനായി പോയി, അല്ലെങ്കിൽ വല്ല കാട്ടിൽ ഞാൻ കൊണ്ട് കളഞ്ഞേനെ. എന്റെ പൊന്നു പ്രിയ, നീ ഒന്ന് സമാധാനിക്കും. ഒരകത്ത് ആർക്കും പറ്റും. ഞാൻ ഇതിന് വേറെ എത്ര പ്ലേറ്റ് വേണം ഞാൻ നിനക്ക് മേടിച്ചു തരാം. ഒരകത്തോ? പ്ലേറ്റിന്റെ കാര്യത്തിൽ മാത്രം തന്നെ ഇത് 100ാമത്തെ അബദ്ധം. ബാക്കി കാര്യം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്താ ഇവിടെ രാവിലെ തന്നെ പൊട്ടലും ചീറ്റലും ഒക്കെ കേട്ടല്ലോ. ദേ ഈ ഇരിക്കുന്ന നിന്റെ അച്ഛനോട് നീ തന്നെ ചോദിക്കും. എന്താ അച്ഛ സംഭവം? വേറെന്ത് സംഭവം? സ്ഥിരം ഉള്ളത് തന്നെ. ഇന്നും എന്റെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴെ വീണ് പൊട്ടി. അതിന്റെ ബഹള നീ ഇപ്പൊ കേട്ടത്. എന്റെ പൊന്നച്ഛ, അച്ഛ ഇത്രയ്ക്ക് ക്ലംസി ആയി പോയല്ലോ. ഇനി നീയും പറ. നീ മാത്രമേ ഉള്ളൂ ഇനി പറയാം. ദേ മനുഷ്യ, നിങ്ങൾ അടുത്ത പ്ലേറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ ഈ അടുക്കളയിൽ നിന്ന് പോയേ. അല്ലെങ്കിൽ ഞാൻ പോവാ. ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച രാവിലെ ഇങ്ങോട്ട് വന്നേ. ഇനിയിപ്പോ എന്റെ സഹായം ഒന്നും വേണ്ടല്ലോ, ഞാൻ പോവാ. ഇനി നിങ്ങളെ ഈ അടുക്കളയിലെ സഹായത്തിന് നിർത്തിയിട്ട് വേണം ഈ അടുക്കള എടുത്ത് തിരിച്ചു വെക്കാൻ. എന്റെ പൊന്നോ വേണ്ട. ഹായ് ഗൈസ്, നമുക്ക് ആ ബഹളത്തിൽ നിന്ന് കുറച്ചു നേരം ഒന്ന് മാറിക്കാം. ഇനി അവരായി അവരുടെ പാടായി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് പിടികിട്ടി കാണുമല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എന്റെ പേര് ദേവിക പ്രകാശ്. ഇപ്പൊ കറന്റ്ലി എനിക്ക് 18 വയസ്സ്. ആ 2 പേര് കിച്ചണിൽ അടിയുണ്ടാക്കുന്നില്ലേ, അവരുടെ 2 പേരുടെയും സൽപുത്രൻ. പിന്നെ എന്നെ പറ്റി പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും നിങ്ങൾക്ക് പോകെ പോകെ മനസ്സിലാവും. പിന്നെ ഇതെന്റെ സ്വീറ്റ് അമ്മ പ്രിയ പ്രകാശ്. ഒരു മുൻകോപക്കാരിയാണ്, മൂക്കത്താണ് ചുണ്ടി. പക്ഷെ ആളൊരു പാവമാണ്. എല്ലാവരോടും ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ആ കിച്ചണിന് പ്ലേറ്റ് പൊട്ടിച്ചില്ലേ ആ മഹത് വ്യക്തിയോട്. ഫൈനലി ഇതിന്റെ സ്വന്തം അച്ഛൻ പ്രകാശ് വർമ്മ. ആളൊരു വലിയ ക്ലംസിയാണ് കേട്ടോ. എന്ത് കയ്യിൽ കിട്ടിയാലും അതപ്പം നശിപ്പിച്ചിരിക്കും. അതാണ് ആളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അച്ഛൻ ഈ ലോകത്ത് ഒരാളുടെ പേടിയുണ്ടെങ്കിൽ അതിന്റെ സ്വന്തം അമ്മയെ മാത്രമാണ്. ഇതാണ് എന്റെ സ്വീറ്റ് കുടുംബം. ഞങ്ങൾ 3 പേര് മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം. ഹലോ. എബിൻ, നീയായിരുന്നോ? അല്ല, നീ മാത്രമേ ഉള്ളോ? മറ്റൊരാളോട് പോയി. ഞാനിവിടെ ഉണ്ട്. ഇവരാണ് എബിൻ അൻസാറ. ഞങ്ങൾ കുട്ടിക്കാലം മുതലേ വലിയ ക്ലോസ് ആണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആകാതിരിക്കാനായിട്ട് ഞങ്ങൾ കുഞ്ഞിലെ മുതലേ സെയിം സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പൊ സെയിം കോളേജിൽ അഡ്മിഷൻ കിട്ടി, അതും സെയിം ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ ഞങ്ങളുടെ 3 പേരുടെ വീടും അടുത്തടുത്താണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ 3 പേര് നെയ്ബേഴ്സ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സാറയും എബിനും തമ്മിൽ കുഞ്ഞിനെ മുതലേ ഇഷ്ടത്തില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോ വർഷങ്ങളായിട്ട് കപ്പിൾസ് ആണ്. എന്റെ കണ്ണില് അവരാണ് ഏറ്റവും ബെസ്റ്റ് കപ്പിൾസ് ആൻഡ് മൈ ബെസ്റ്റ് ഫ്രണ്ട്സ്. അല്ല, ഇത് ആരൊക്കെയാ വരുന്നേ? ഇത്രയും നേരം എന്താ കാണാത്തേന്ന് വിചാരിക്കുമായിരുന്നു. ഇന്ന് 3 പേരും കൂടെ എങ്ങോട്ട് പോകാനാ പ്ലാൻ? ഇന്നങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല. എന്തായാലും നാളെ തൊട്ട് കോളേജ് ഓപ്പൺ ചെയ്യല്ലേ, അപ്പൊ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. മക്കളെ, നിങ്ങൾ ഷോപ്പിങ്ങിന് പോവാണോ? ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടെ വരാം. നിങ്ങൾ എങ്ങോട്ടാ മനുഷ്യ ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു പോകുന്നേ? അതിന് ഈ വീട്ടില് പ്രത്യേകിച്ച് സാധനം മേടിക്കാനില്ലല്ലോ. എന്തൊലക്ക മേടിക്കാനാ പിന്നെ പോകുന്നേ? അത് പിന്നെ ഞാൻ കരുതി ഈ പൊട്ടിയ പ്ലേറ്റിന് ഒരു 5-6 പ്ലേറ്റും കൂടെ എക്സ്ട്രാ മേടിച്ചോണ്ട് വരാന്ന്. എന്നിട്ട് എന്തിനാ അതും കൂടെ തള്ളിയിട്ട് പൊട്ടിക്കാനോ? അതുകൊണ്ടല്ല, അങ്ങനെയെങ്കിൽ നിന്റെ വായ നടയുമല്ലോ. ഇല്ലെങ്കിൽ ഇതും പറഞ്ഞ് രാത്രി വരെ നീ ചെവി കടിച്ച് തിന്നോണ്ടേ ഇരിക്കും. എന്റെ പൊന്നോ, ഇനി പ്ലേറ്റ് വാങ്ങാൻ വേണ്ടി മാത്രമായിട്ട് അച്ഛൻ ഇനി കൂടെ വേണ്ട. ഞങ്ങൾ വരുന്ന വഴിക്ക് പ്ലേറ്റ് മേടിച്ചോണ്ട് വരാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ 3 പേരും പോയിട്ട് പെട്ടെന്ന് വരണം. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പുതിയ താമസക്കാർ വരുക. നമുക്ക് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാ. ഹെൽപ്പ് ചെയ്യാനോ? നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ അമ്മ വരുന്നേ? അല്ലെങ്കിൽ അമ്മ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമൊന്നും പറയത്തില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതൊക്കെ സർപ്രൈസാ. നിങ്ങൾ എന്തായാലും ഇപ്പൊ ഷോപ്പിങ്ങിന് പോയിട്ടോ. നിങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും അവരിവിടെ കാണും. അപ്പൊ നിങ്ങൾക്ക് എന്നെ കാണാലോ ആരാണെന്ന്. ശരി അമ്മ, അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാവേ. എടാ, നിങ്ങൾക്ക് എന്താ തോന്നുന്നേ, നമ്മുടെ നെയ്ബറായിട്ട് വരാൻ പോകുന്ന ആരായിരിക്കും? അമ്മ ഇങ്ങനെ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് മുന്നേ അറിയാന്നുള്ള ആരെങ്കിലും ആയിരിക്കണം. എനിക്കറിയില്ല, പക്ഷെ നിന്റെ അമ്മയുടെ സംസാരം കേട്ടിട്ട് വരുന്ന ഫാമിലിയിൽ കുറച്ച് ഗേൾസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാ തോന്നുന്നേ. അല്ല, ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ എനിക്കെന്താ, എനിക്ക് എന്റെ സാറമോളുണ്ടല്ലോ. എന്തോ? എങ്ങനെ? ഈ പെണ്ണിന്റെ ഒരു കാര്യം എന്തെങ്കിലും തമാശക്ക് പറഞ്ഞാൽ അതങ്ങ് കാര്യം എടുത്തോളണം. ഞാൻ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും നല്ല ചുള്ളം പയ്യന്മാരുണ്ടാവണേന്നാ. അതാകുമ്പോ നമ്മുടെ ദൈവം വളച്ചെടുക്കാലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ.
എന്തായാലും നമ്മളിപ്പോ വീട്ടിലോട്ടല്ലേ പോകുന്നത്, അവിടെ ചെന്നിട്ട് കാണാം. ആ, നിങ്ങൾ എത്തിയോ? എങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? അയ്യോ, ഒന്നും പറയണ്ട. ഇനി ഈ 2 പെൺപിള്ളേരുടെ കൂടെ ഞാൻ ഷോപ്പിങ്ങിന് പോകില്ല. ഇനി കേറി ഇറങ്ങാത്ത കടകളില്ല അവിടെ. അയ്യടാ, ചുമ്മയാ. ഞങ്ങൾ 2-3 കടകളിലേ കയറിയുള്ളൂ. പക്ഷെ ഇവനാണെങ്കിൽ അവിടെയുള്ള എല്ലാ കടകളിലും കയറി ഇറങ്ങി. ഓ, ഒന്ന് നിർത്തൂ. അമ്മ, അപ്പുറത്തെ വീട്ടിൽ താമസിക്കാൻ ആരോ വരുമെന്ന് പറഞ്ഞില്ലേ, അവരെത്തിയോ? അവരെത്തിയിട്ട് കുറച്ചു നേരമൊക്കെ ആയി. ആണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 3 പേരും ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ ആരാ വന്നേന്ന്. അതിന്റെ ആവശ്യമില്ല. അവര് കുറച്ചു കഴിയുമ്പോ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇങ്ങോട്ട് പോണ്ട, ഇവിടെ തന്നെ നിൽക്ക്. പ്രിയേ, നേഹേ, എത്ര വർഷമായെന്നറിയാം നമ്മൾ കണ്ടിട്ട്. ഹലോ, എനിക്കങ്ങ് അകത്തേക്ക് വരാവോ? എന്താ ദൈവമോളെ നീ അങ്ങ് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നേ? അങ്കിൾ, ആന്റി, നിങ്ങളാണോ ഇവിടെ അപ്പുറത്തെ വീട്ടിലെ താമസത്തിന് വന്നേ? പിന്നല്ലാതെ, ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ താമസത്തിന് വന്നേ. ദേവമോൾക്ക് സന്തോഷായില്ലേ? ഇപ്പോ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ ഇപ്പൊ നമ്മൾ വീണ്ടും നെയ്ബേഴ്സ് ആയില്ലേ? സന്തോഷായോന്നോ? തൃപ്തിയായി എനിക്ക്. അത് നിങ്ങളായിരുന്നു അപ്പുറത്ത് താമസത്തിന് വന്നേ? വാട്ട് എ സർപ്രൈസ്. അജു എവിടെ? അവൻ വന്നില്ലേ? അയ്യോ, അവൻ വന്നു. അവൻ വരാതെ ഞങ്ങൾ എങ്ങനെയാ വരുന്നേ? അവൻ ഇവിടെ ഉണ്ടായിരുന്നു. മിക്കവാറും പുറത്തെവിടെയും കാണും. അജു, ഞാനിവിടെ ഉണ്ട്. അജു, എടാ, നിനക്കൊരു വാക്ക് പറയായിരുന്നില്ലേ നീ ഇവിടെ താമസത്തിന് വരുന്നേന്ന്? നീ ഇന്നലെ കൂടെ എന്നെ വിളിച്ചപ്പോ പോലും ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് വന്ന സർപ്രൈസ് പോവില്ലേ? അതുകൊണ്ടാ ഞാൻ പ്രിയ ആന്റിയോട് പറഞ്ഞത് ഞങ്ങളാ വരുന്നേന്ന് നിങ്ങൾ 3 പേരോട് പറയണ്ടാവും. അങ്ങനെ പറയാതെ ഇപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ നിങ്ങൾ എല്ലാരും ഷോക്കായില്ലേ? ഇവിടെ പലരുടെയും ഫേസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അതെന്നെ ഉദ്ദേശിച്ച, എന്നെ മാത്രം ഉദ്ദേശിച്ചു. പ്രിയ, നിനക്കറിയോ ഞങ്ങൾ എന്തുമാത്രം വീട് കണ്ടെന്നറിയാവോ? ഏത് വീട് കണ്ടാലും ദൈവനെ പിടിക്കില്ല. അവസാനം നമ്മൾ ഇപ്പോൾ താമസിക്കാൻ വന്ന വീട് കണ്ടപ്പോഴാ ഇവന് ബോധിച്ച്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഇങ്ങോട്ട് തന്നെ വന്നു. ഈ വീട് വാങ്ങിയപ്പോഴാ അറിഞ്ഞേ നിങ്ങൾ ഇതിനപ്പുറത്ത് താമസിക്കുന്നതെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. ഓഹോ, ഇതെല്ലാം ഇവന്റെ പ്ലാൻ ആയിരുന്നല്ലേ? മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് ഇവിടെ താമസിക്കാൻ വന്നതാ. നിങ്ങൾ വന്നോ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊക്കെ സുഖമായിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം നല്ലതുപോലെയൊക്കെ നടന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് എല്ലാരും വൈകിട്ട് അങ്ങോട്ട് വരണം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അവിടെ കൂടാം. അങ്കിൾ, ഇവിടെ അടുത്തൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ടോ? എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. ഇവിടെ അടുത്തായിട്ട് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. പിന്നെ കുറച്ചുകൂടെ ദൂരോട്ട് പോയാൽ വലിയ വലിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. മോൻ എന്തായാലും ഇവിടെ ആദ്യമായിട്ടല്ലേ, അപ്പോ ഇവിടെ ഒന്നും അറിയില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ദേവു അജുവിന് ഷോപ്പിൽ പോകാൻ നേരത്ത് നീ അവന്റെ കൂട്ടിന് പോകണം കേട്ടോ. അവൻ എന്തായാലും ഒറ്റയ്ക്ക് വിടണ്ട. ഇവിടെ പരിസരമൊന്നും അവന് പരിചയമില്ലല്ലോ. പരിചയമാകും വരെ നീ എന്തായാലും കൂട്ടിന് പോ. നിനക്കിനി ഒറ്റയ്ക്ക് പോകാൻ മടിയാണെങ്കിൽ എബിനെ സാറേ കൂടെ കൂട്ടിക്കോ. എന്നോട് തന്നെ ഇങ്ങനെ കാണിക്കണം. വല്ലാത്ത കൊലച്ചെടിയായി പോയി അച്ചായിരുന്നു. ദേവു, നീ എന്തേലും പറഞ്ഞായിരുന്നോ? അപ്പൊ മോനെ, ദേവു എന്തായാലും കൂടെ വരും. നിനക്ക് എപ്പോ ഷോപ്പിൽ പോണോ അപ്പൊ അവളോട് പറഞ്ഞാൽ മതി, അവള് വരും. ഹായ് ഗൈസ്, ഞാൻ വീണ്ടും വന്നു. വീണ്ടും വരേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഇപ്പൊ നിങ്ങൾ കണ്ട ആ 3 പേര് അവരാരാണെന്ന് അറിയണ്ടേ? അതുപോലെ അജു ഞാൻ തമ്മിൽ എന്താ പ്രശ്നമെന്ന് അറിയണ്ടേ? ഇതാണ് അജു ജോഷ്. അവനും 18 വയസ്സാണ്. ആൻഡ് മൈ വൺ ആൻഡ് ഓൺലി എനിമി. ഞങ്ങൾ തമ്മിൽ കീരിയും പാമ്പും പോലെയാണ്. അങ്ങനെ ആകാനുള്ള കാരണം അത് ഞാൻ പറയാം, വെയിറ്റ് കരോ. അതിനു മുന്നേ, ഇത് നേഹ ജോഷ്, അജുവിന്റെ അമ്മ. എന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങളുടെ 2 പേരുടെ ഫാമിലി കട്ട കമ്പനിയാണ്, കൂടാതെ സാറയുടെ ഏബിന്റെയും. പിന്നെ ഇത് ജോഷ് മാത്യു, അജുവിന്റെ അച്ഛൻ. ഞങ്ങളുടെ അമ്മമാർ എത്രത്തോളം കമ്പനിയാണോ അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛന്മാരും നല്ല കമ്പനിയാണ്. പക്ഷെ ഫാമിലീസ് മാത്രമേ കട്ട കമ്പനിയുള്ളൂ. ഞാനും അവനും ഒട്ടും കമ്പനിയല്ല. ഇനി എന്റെ അജുവിന്റെ കഥ. പ്രത്യേകിച്ച് കഥയൊന്നുമില്ല. ഞങ്ങൾ 4 പേരും കട്ട കമ്പനിയായിരുന്നു കുട്ടിക്കാലം മുതലേ. ഞാൻ, അജു, സാറ, എബൻ. ഞങ്ങൾ 4 പേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. പക്ഷെ ഒരു ദിവസം എല്ലാം തകിടം മറിഞ്ഞു. എനിക്ക് നല്ല പിടിവാശിയുള്ള സ്വഭാവമായിരുന്നു പണ്ട്. ആ ഒരു സ്വഭാവ ഗുണം കൊണ്ടാണ് ഈ അവസ്ഥയിലെത്തിയത്.
അജുവിന് പണ്ട് അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാവ ഉണ്ടായിരുന്നു. അവൻ എവിടെ പോണെങ്കിലും ആ പാവയും കൊണ്ടേ പോകുള്ളൂ. പക്ഷേ ആ പാവയില് എനിക്കൊരു കണ്ണുണ്ടായിരുന്നു. ഒരു ദിവസം ആ പാവയെ വെച്ച് അവൻ കിടന്നുറങ്ങുന്ന ടൈമില് എന്റെ ക്യൂരിയോസിറ്റി കാരണം ഞാൻ അവന്റെ അടുത്ത് പോയി ആ പാവ പിടിച്ചു വാങ്ങാൻ നോക്കി. പക്ഷെ അതുകൊണ്ട് അവ എണീച്ചു. പിന്നെ പാവയ്ക്ക് വേണ്ടി ഞാൻ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലായി. അവസാനം ഞങ്ങളുടെ പിടിവലി കാരണം ആ പാവ 2 തുണ്ടായിപ്പോയി. അന്ന് തുടങ്ങിയതാ അവൻ എൻ്റെ അടുത്തുള്ള ശത്രുത. പിന്നെ ഇതുവരെ ആ ഒരു ദേഷ്യം അവൻ എൻ്റെ നിന്ന് മാറിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അന്ന് തുടങ്ങിയ തല്ല് പിന്നെ അങ്ങോട്ട് നീണ്ടു നീണ്ടു പോയി. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഞങ്ങൾ തമ്മിൽ അടിയായി. എന്തിനും ഏതിനും അടിയായി. അങ്ങനെ കുറെ വർഷം കഴിഞ്ഞപ്പോ അവര് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് താമസം മാറിപ്പോയി. വേറൊന്നും കൊണ്ടല്ല, അജുന്റെ അച്ഛന് കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിന്റെ കാര്യമായിട്ട് അവർക്ക് വേറെ സ്ഥലത്തോട്ട് മാറി താമസിക്കേണ്ടി വന്നു. അന്ന് എനിക്ക് ഒരുപാട് സമാധാനമായി. കാരണം പിന്നെ ഞങ്ങൾ തല്ലുകൂടേണ്ടി വന്നിട്ടില്ലല്ലോ. അങ്ങനെ സമാധാനിച്ചിരുന്നപ്പോഴാ ഇപ്പൊ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാവും പൊട്ടിമുളച്ചത്. ഇനി അങ്ങോട്ട് എന്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എബിനും സാറയും ഇപ്പോഴും അജുവായിട്ട് നല്ല കമ്പനിയാ. അവരിവിടുന്ന് താമസം മാറിപ്പോയപ്പോഴും അവര് കോണ്ടാക്ട് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല, ഞാൻ തിരിച്ചും കോണ്ടാക്ട് ചെയ്തില്ല. എന്തായാലും ഒരു കാര്യം മാത്രം എനിക്കറിയാം, അവന്റെ ഇപ്പോൾ ഉള്ള ഈ വരവിന്റെ ഉദ്ദേശം അതൊട്ടും ശരിയല്ല. എന്തോ പണി എനിക്ക് വരാനുണ്ട്. എന്താ? എങ്ങോട്ട്? ഷെടാ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എനിക്ക് ഷോപ്പിൽ പോണോന്ന്. നീ എത്ര പെട്ടെന്ന് പറഞ്ഞോ? അതിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ മതി, ഞാനൊന്നും വരുന്നില്ല. എനിക്ക് ഇവിടുത്തെ ഷോപ്പൊന്നും അറിയില്ല. നീ കൂടെ വാ, അങ്കിള് പറഞ്ഞ കേട്ടില്ലേ? ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരുന്നില്ല, മനസ്സിലായോ? ഓഹോ, അപ്പൊ അങ്ങനെയാണ്. ശരി, നീ വരണ്ട, ഞാൻ അങ്കിളിനോട് പറഞ്ഞോളാം. അങ്കിൾ. വേണ്ട വേണ്ട, ഞാൻ വന്നോളാം, പോരെ. ഒന്ന് അനങ്ങി നടക്കൂ. വായിട്ടലയ്ക്കുമ്പോൾ എനർജി ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഏത് നേരത്താണോ? എന്റെ അച്ഛനെ പറഞ്ഞാ മതിയല്ലോ. എന്തായാലും എന്റെ കൂടെ ഷോപ്പിങ്ങിന് വന്നല്ലേ, ഇവിടെ നിക്ക്, ഞാനൊരു സാധനം മേടിച്ചിട്ടില്ല. നടന്നൊക്കെ ക്ഷീണിച്ചല്ലേ, ഐസ്ക്രീം കഴിക്കും. രാവിലെ മുതൽ എന്നെ ഇട്ട് ചുറ്റിക്ക ഷോപ്പിംഗ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഉണക്ക ഐസ്ക്രീം എന്നെ വാങ്ങിച്ചു തരാൻ തോന്നി. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? താങ്കൾ എന്ത് കനിവുള്ളവനാന്ന് പറയുമായിരുന്നു. ഐസ്ക്രീം മേടിച്ചു തരാനുള്ള മാനുഷിക പരിഗണന കാണിച്ചല്ലോ. നോ മെൻഷൻ. ഇതിലൊക്കെ എന്തിരിക്കുന്നു? പക്ഷെ എന്നും ഇത് പ്രതീക്ഷിക്കണ്ട. അയ്യോ, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതെന്താ വലിയ കാര്യം. എന്നാ വാ പോവാ. ഓ ഷിറ്റ്. കാഴ്ചൽ വന്നതേനോ വാനമെങ്കും നീരം. ഭാഗ്യം, എനിക്കൊന്നും പറ്റില്ല. നിനക്ക് വരാൻ പറ്റിയോ? എനിക്കൊന്നും പറ്റില്ല. നമുക്ക് പോവാം. ഇതിനുള്ള പണിയ തരിവടപ്പട്ടി. നീ വന്നോ? ഇതിന്ന് ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നേ. നിങ്ങൾ ഷോപ്പിങ്ങിനല്ലേ പോയേ? അതോ അതുവഴി ബീച്ചിൽ വല്ലതും പോയോ? വരുന്ന വഴിക്ക് നല്ല വെയിലായിരുന്നു. ചൂട് മാറാനായിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഞാൻ തലയിൽ കൂടെ ഒഴിച്ചതാ. എന്തേ? വെയിലോ? ഈ രാത്രിയിലോ? അല്ല, അജ്മോൻ എവിടെ? നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? അവൻ തിരിച്ച് വീട്ടിൽ പോയോ? ഓ, അജ്മോൻ ഇത്രയും നേരം എന്റെ തലയിലുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങി പോയതേ ഉള്ളൂ. എന്തൊക്കെ അറിയണം? ഇവൾക്കിപ്പോ വന്ന് അവളുടെ അമ്മയുടെ അതേ സ്വഭാവം. അങ്ങോട്ടൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. 2 പേർക്കും തട്ടിക്കയറാനായിട്ട് ഞാനിവിടെ ഒരാളുണ്ടല്ലോ. ഈ പെണ്ണെ, മതി ഉറങ്ങിയത്. സമയം ഒരുപാടായി. നിനക്കൊന്ന് കോളേജിൽ പോണ്ടേ? ഒരു 10 മിനിറ്റ്, ഞാനിപ്പോ റെഡിയാവാം. ഹലോ, നീ എന്താ ഇത്ര ലേറ്റ് ആയി എണീക്കാൻ? ഞാൻ എപ്പോഴും ഇവിടെ വന്ന് കാത്തു നിൽക്കുവാന്നറിയോ? അതിന്നലെ ആ ഇഡിയറ്റിന്റെ കൂടെ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നു. അപ്പൊ നല്ല ടയേർഡായി. ആ ക്ഷീണത്തിലങ്ങ് ഉറങ്ങിപ്പോയതാ. അറിഞ്ഞില്ല സമയം പോയത്. ആഹാ, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് ഒക്കെ? എന്റെ പൊന്ന് സാറ്, ഓർമ്മിപ്പിക്കില്ലേ? അതൊരു ഡിസാസ്റ്റർ ആയിരുന്നു. നിങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോഴും ഒരു മാറ്റമില്ലല്ലോ. എന്തായാലും നീ വേഗം റെഡിയാവ്, ക്ലാസ്സിന് പോകാൻ സമയമായില്ലേ. പെട്ടെന്ന് വാ. ഞാൻ റെഡിയായി, നമുക്ക് പോവാം. അല്ല, എബിനെവിടെ? അവൻ വരുന്നില്ലേ? ഞാനിവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് പോവാം, ഇല്ലേ ക്ലാസ് കയറാൻ ലേറ്റ് ആവും. നിക്ക്, ഒരാളും കൂടെ വരാനുണ്ട്. ആളും കൂടെ വരട്ടെ, വന്നിട്ട് പോവാം. വരാനുണ്ടോ? ആര്? നീ ആരുടെ കാര്യ പറയുന്നേ? വേറെ ആര്? ദൂ വരുന്നില്ലേ, അവൻ തന്നെ. ഹായ് ഗായ്സ്, ഞാൻ റെഡിയായി, നമുക്ക് പോയാലോ? എടി സാറോ, ഈ
ഇവനെന്താ നമ്മളുടെ കൂടെ? അപ്പൊ അജു നിന്നോടൊന്നും പറഞ്ഞില്ലേ? അവൻ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ അവൻ നമ്മുടെ കൂടെ അല്ലാതെ ആരുടെ കൂടെ പോവാ? നമ്മുടെ കോളേജിലോ? ഇവൻ അഡ്മിഷൻ കിട്ടിയോ? ഇവൻ എന്തിനാ അങ്ങോട്ട് വരുന്നേ? അത് കൊള്ളാം. അവന് പിന്നെ കോളേജിൽ നിന്ന് പോണ്ടേ? നിനക്ക് എന്താ ദേവു? അതെ, രണ്ടുപേരുടെയും ഡിസ്കഷൻ ഒന്ന് കഴിഞ്ഞെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചലിച്ചാലോ? നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? കണ്ണുള്ളോണ്ട്. എന്തേ പിടിച്ചില്ലേ? ഇല്ല, പിടിച്ചില്ല. എനിക്കറിയാം ഞാൻ നല്ല ഹാൻഡ്സം ആണെന്ന്. പക്ഷെ ഇങ്ങനെ സ്റ്റെയർ ചെയ്യുന്നത് അത് അത്ര നല്ല ശീലമൊന്നും അല്ല. അയ്യടാ, നോക്കാൻ പറ്റിയൊരു സാധനം. കണ്ടാലും മതി. ഡേ, ഒന്ന് നിർത്തോ? നിങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ലല്ലോ ഡേ. രാവിലെ തന്നെ തുടങ്ങിക്കോളും മനുഷ്യനെ സമാധാനം കളയാൻ. ഒന്ന് വരുമോ രണ്ടെണ്ണം കൂടെ? നീ വാ സാറമ്മോളെ, നമുക്ക് പോവും. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ മരഭൂതമേ? നീ പോടാ മരപ്പെട്ടി. എന്ത് ബോറല്ലേ ക്ലാസ്. അടുത്ത പീരീഡ് ആണെങ്കിൽ മുരടൻ പ്രൊഫസറിന്റെയും. നീ കയറുന്നില്ലേ? അത് പിന്നെ ഞാനിന്ന് കയറുന്നില്ല. നീ കയറിക്കോ, ഞാൻ അടുത്ത പീരീഡിൽ വരാം. അതെന്താ, നീ പിന്നെ എവിടെ പോവാ? അത് പിന്നെ ഞാൻ പറയണ്ട, മനസ്സിലായി. എബിനെ കാണാൻ പോകുന്നതല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ എന്തായാലും ക്ലാസ്സിൽ പോവാം. ഞാൻ വെറുതെ എന്തിനാ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നേ? ഈ പ്രേമം കണ്ടുപിടിച്ചതിനൊക്കെ തല്ലിക്കൊല്ലണം. അത് നീ ഇതുവരെ ആരെയും പ്രണയിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തോന്നുന്നതാ. നീ ഇപ്പൊ ആരെങ്കിലും ഒന്ന് പ്രണയിച്ചു നോക്ക്, അപ്പൊ ഇതെല്ലാം മാറിക്കോളും. ഉവ്വ, എനിക്കൊന്നും വയ്യ വഴിയെ പോകുന്ന വയ്യാവിലേക്ക് എടുത്ത് തല വെക്കാൻ. നിന്നോട് പറഞ്ഞിട്ടേ കാര്യമില്ല, ഞാൻ പോവാ. എങ്ങോട്ടെങ്കിലും പോവാ, എനിക്കെന്താ? ഹലോ മിസ് ദേവിക പ്രകാശ്, ഒന്നവിടെ നിൽക്കോ? ഓ, ഇനി എന്ത് പണി കൊണ്ടാണോ? എന്താ വേണ്ടേ? എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണം. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണല്ലോ ഇവിടെ വന്നേ. സോ ഒരുപാട് നോട്ട്സ് പെൻഡിങ് ഉണ്ട്. അതൊക്കെ ഒന്ന് എഴുതി സഹായിക്കാൻ തന്റെ ഹെൽപ്പ് വേണം, അത്രേ ഉള്ളൂ. നോട്ട് കംപ്ലീറ്റ് ചെയ്യണം നിനക്ക്? അത് ഞാൻ എഴുതി തരണം? ഉവ്വ, അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. പള്ളിയിലൊക്കെ പോയി പറയാൻ ഒരുപാട് സമയം എടുക്കും. ഒന്ന് ഹെൽപ്പ് ചെയ്യടോ, ചെറിയൊരു കാര്യമില്ലേ? മാനത്ത് നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണം ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ മര്യാദക്ക് പറഞ്ഞാ നീ അനുസരിക്കില്ല. വേണ്ട, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ എനിക്കറിയാം. നീ പോടാ ചീളിച്ചക്ക, നിനക്കെന്നെ അറിയില്ല. ഹലോ, ദേവമോൾ അവിടെ നിന്ന് നിന്നേ. ഇതൊന്ന് കണ്ടിട്ട് പോ, എന്നിട്ട് നീ തീരുമാനിക്ക് അനുസരിക്കണോ വേണ്ടേന്ന്. ഓ, ഇവ സമ്മതിക്കില്ല. എന്താ കാണിക്കല്ലേ? കാണിക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഹാ, ഈ ഒരു പിക്ക് ഫ്ലെക്സ് അടിച്ച് കോളേജിന്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്ന ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കും. നിനക്ക് ഈ ഫോട്ടോ എങ്ങനെ കിട്ടി? അതിനിവിടെ പ്രസക്തി ഇല്ല, പക്ഷേ എന്നാലും ഞാൻ പറയാം. ഇന്നലെ വൈകിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു ഒരു ആവശ്യത്തിന്. ആ സമയത്ത് ഞാൻ നോക്കിയപ്പോ നീ നിന്റെ ഫേസിൽ എന്തൊക്കെയോ വാരിയിട്ടിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്നത് നീ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ കരുതി ആ ഒരു ചാൻസ് മുതലാക്കാണ്. ഞാൻ അങ്ങനെ എന്റെ ഫോണെടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. എനിക്കറിയാം ഭാവിയിൽ ഇത് ആവശ്യം വരുമെന്ന്. ഹൗ ഡേ യു അജു, എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഫോട്ടോസ് എടുത്തിട്ട് അത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നോ? മര്യാദയ്ക്ക് ഇതിപ്പോ ഡിലീറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. ഡിലീറ്റ് ചെയ്യാം, പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യണം. എന്തേ, ചെയ്യാൻ പറ്റോ? പിന്നെ എന്റെ പട്ടി ചെയ്യും. എന്നാ ഞാനിത് ഡിലീറ്റ് ചെയ്യാനും പോകുന്നില്ല. നാളെ തന്നെ ഇതിന്റെ ഒരു വലിയ ഫ്ലെക്സ് ഞാൻ ഇവിടെ അടിച്ചേക്കും കോളേജിന്റെ ഫ്രണ്ടിൽ. അജു കളിക്കല്ലേ, മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്തേ. നീ എനിക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കാന്ന് സമ്മതിക്കുന്നവരെ ഞാനിത് ഡിലീറ്റ് ചെയ്യില്ല. ഓക്കെ, ബൈ. അജു അവിടെ നിക്ക്, മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്യാനാ പറഞ്ഞേ. അജു അവിടെ നിക്ക്. ഉള്ളിൽ പാലെ പൂത്തൊരു കനമൊരുങ്ങിയില്ലേ, ചിന്നി ചിന്നി ചാഞ്ഞ
അതെ, എന്താ നിങ്ങൾ തമ്മിലുള്ള ശരിക്കും പ്രശ്നം? എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അവൻ ഇങ്ങോട്ട് ചുമ്മാ ചൊറിയാൻ വരുന്നേ. അതെനിക്ക് മനസ്സിലാവും, കാരണം ഞാൻ എല്ലാം കാണുന്നുണ്ടല്ലോ. പക്ഷെ ദേവു, നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നീയുമായിട്ട് തല്ലുകൂടാൻ വേണ്ടി മാത്രമായിട്ട് അവ ഓരോരോ കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വരുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അവൻ നിന്നെ മാക്സിമം അവോയ്ഡ് ചെയ്തുകൊണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. കൂടാതെ വേറൊരു കാര്യം കൂടി ഉണ്ട്. പണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുള്ളി ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒന്നുകിൽ നീ കരയും അല്ലെങ്കിൽ അവൻ കരയും. ആ രീതിക്കായിരുന്നു രണ്ടുപേരുടെ പെരുമാറ്റം. പക്ഷെ ഇപ്പൊ അവൻ നിന്നെ എത്ര പുള്ളി ചെയ്താലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്കോ ഒരു സോഫ്റ്റ് കോർണർ ഉള്ള പോലെ. ഒലക്കാണ് ഇതെല്ലാം നിന്റെ തോന്നല. ഏത് നേരം എന്റെ തല കാർന്ന് നിന്നുകൊണ്ടിരിക്കല അവന്റെ പരിപാടി. അല്ല ദേവു, അത് നിനക്ക് അവനോടുള്ള ദേഷ്യം കാരണം നിനക്ക് മനസ്സിലാവാത്തതാ. നീ ഒരു കാര്യം ചെയ്യ്. ഇനി അവൻ നിന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവനോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നീ അവന്റെ പെരുമാറ്റമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന്. അത് മാത്രമല്ല, നീ ഇപ്പൊ വേറെ ബോയ്സിന്റെ കൂടെ കമ്പനി ആകുമ്പോൾ അവന്റെ ഫേസ് ഒക്കെ പെട്ടെന്ന് മാറുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുതരം ജലസിയൊക്കെ പോലെ. എന്റെ പൊന്നഭിനെ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. ജലസി തോന്നുന്ന അവൻ എന്താ എന്റെ കാമുകനോ? ഓ, ഇവളെ ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞു മനസ്സിലാക്ക. ഇടി, ഞാൻ ശരിക്കും പറഞ്ഞതാ. അവൻ എന്തൊക്കെയോ ഒരു മാറ്റങ്ങളുണ്ട് ഇപ്പോ. പക്ഷെ ആ മാറ്റങ്ങളൊക്കെ നീ അടുത്തുള്ളപ്പോഴാണെന്ന് മാത്രം. അവ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. നിന്നോടുള്ള പെരുമാറ്റത്തിലൊക്കെ ഒരു മൊത്തത്തിലൊരു മാറ്റം പോലെ. നീ വേറെ എങ്ങോട്ടെങ്കിലും ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവൻ നിന്നെ തന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ജലസിയുടെ കേസ്, നീ ഇന്നലെ അഖിലിനോട് സംസാരിച്ചോണ്ടിരുന്നില്ലേ? ആ സമയത്ത് നീ അവനെ ഒന്ന് കാണണമായിരുന്നു. ഒരുമാതിരി ദേഷ്യമൊക്കെ വന്ന് ഇപ്പൊ പൊട്ടിത്തെറിക്കും എന്നുള്ളൊരു മട്ടിലായിരുന്നു. നീ ശരിക്കും പറയുന്നതാണോ? എനിക്കിത് വിശ്വസിക്കാനൊന്നും പറ്റില്ല. പിന്നെ ജലസി, അത് എന്നോട്, അവന് ഞാൻ കുറെ വിശ്വസിക്കും. ശരി, ഞാൻ പറഞ്ഞത് കേട്ട് നീ വിശ്വസിക്കണ്ട. പക്ഷെ നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടാ വിശ്വസിക്കുമല്ലോ. അവന്റെ ആ ഒരു സമയത്തുള്ള എക്സ്പ്രഷനൊക്കെ കണ്ടിട്ട് എനിക്കത് പക്കാ ജലസി ആയിട്ടാ തോന്നിയത്. അതുകൊണ്ട് അത് ജലസി ആണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ നീ കുറച്ചൊന്ന് അഭിനയിക്കേണ്ടി വരും. ഐ മീൻ, നീ വേറെ ഏതെങ്കിലും ബോയ്സായിട്ട് കുറച്ച് കൂടുതൽ കമ്പനി ആവണം, പ്രത്യേകിച്ച് അവന്റെ മുന്നിൽ വെച്ച്. ആ സമയത്ത് നീ ശ്രദ്ധിക്കണം അവൻ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ. ഇനി നീ പറയുന്ന പോലെ അവൻ എന്നോട് ജലസി എല്ലാം കാണുമോ? ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കുന്നിടത്തോളം കാലം ഈ ദേവുന് ഇനി റെസ്റ്റ് ഇല്ല. അതത്രേ ഉള്ളൂ. അപ്പോ ദേവു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദേവു, ഞാനിപ്പോ നിന്നോടൊരു കാര്യം പറയും. നീ പക്ഷെ ചാടിക്കേറി നോക്കരുത്. സാവധാനം പതിയെ നോക്കണം, ഓക്കെ? നീ പതിയെ ഒന്ന് അജുവിനെ നോക്കിയേ. എന്റെ ഊഹം തെറ്റിയില്ലെങ്കിൽ അവൻ നിന്നെ തന്നെയാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ നോക്കാനോ? എന്നെ എന്തിനാ നോക്കുന്നേ? എന്തായാലും നിക്ക്, ഞാനൊന്ന് നോക്കട്ടെ. ഇതാണോ നീ പറഞ്ഞേ അവ എന്നെ നോക്കിക്കൊണ്ടിരിക്കുവാന്ന്? നിന്റെ കണ്ണിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ട് കാണിച്ച ചികിത്സിക്കാം. ഷെടാ, എന്റെ പൊന്നു ദേവു, നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. അവ ഇത്രയും നേരം കണ്ണിമ വിട്ടാതെ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ നീ നോക്കിയപ്പോ പെട്ടെന്ന് അവൻ തലവെട്ടി തിരിച്ചതാ. സത്യമായിട്ട് നീ പറയുന്നൊന്ന് വിശ്വസിക്കു ദേവു. ഉവ്വ, ഞാൻ കുറെ വിശ്വസിക്കും. ഞാൻ കാണാത്ത എങ്ങനെയാ ഞാൻ വിശ്വസിക്കുക? നിനക്ക് എബിന്റെ അതേ അസുഖം പിടിച്ചോ? എബിൻ പറയുന്നു അജുൻ എന്റെ മേലെ ജലസിയാണെന്ന്. ഇപ്പൊ നീ പറയുന്നു അജു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന്. നിനക്ക് രണ്ടുപേർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഓ, നിന്നെ വിളിച്ച് കാണിച്ച് എന്നെ വേണം ആദ്യം തല്ലാൻ. നീ വിശ്വസിക്കണ്ട. നീ ഇനി എന്ന് നിന്റെ കണ്ണിൽ നേരിട്ട് കാണോ അന്ന് വിശ്വസിച്ചാ മതി, പോരെ? ഇതിനെ കെട്ടിപ്പിടിച്ച് ഇവിടെ നിന്നോ. ദേവു, നീ എണീറ്റില്ലേ? എത്ര നേരായി? സൂര്യൻ വന്ന് ഉച്ചയിൽ ഉദിച്ചു, എന്നിട്ട് അവൾ എണീറ്റില്ല. ഓ, കിടന്ന് നിലവിളിക്കണ്ട, ദാ വരുന്നു.
ഇത്രയും നിലമാണോ? അത് എന്റെ വീട്ടിലെ കിച്ചണിന്നോ? ഇത് അസംഭവ്യമായ കാര്യമാണ്. ആ, എണീറ്റ് വന്ന പാടെ അവിടെ നിന്ന് പെറുപുറത്തോണം. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് അടുക്കളയിൽ വന്നൊന്ന് സഹായിക്കണമെന്നുണ്ടോ നോക്കിയേ. സോറി മമ്മി, അടുക്കള എനിക്ക് പറ്റിയതല്ല. ഒരു തവണ ഞാൻ അടുക്കള കയറിയതിന്റെ ക്ഷീണം ഇതുവരെ അച്ഛനും അമ്മയ്ക്കും മാറിയില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പൊന്നു പ്രിയേ വേണ്ട, നീ അവളെ പ്രോത്സാഹിപ്പിക്കല്ലേ. അവൾ ഒരു ദിവസം കിച്ചണിൽ കയറിയതിന് ഞാൻ 2 ദിവസം ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് കിടന്നേ. എനിക്കിനി വയ്യ. അല്ല, സാധാരണ അച്ഛൻ ഈ അടുക്കളയിലൊന്നും കാണാത്തയാണല്ലോ. ഇന്ന് എന്ത് പറ്റി? 2 പേരും കൂടെ കിച്ചണിൽ എന്താ പരിപാടി? എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടോ? എനിക്കൊന്നും അറിയാൻ പാടില്ലേ. ഞാൻ മര്യാദയ്ക്ക് രാവിലെ ഇവിടെ പത്രവും വായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഇവള് പറഞ്ഞു അപ്പുറത്തെ നേഹിക്കും ജോഷിന്റെയും വീട്ടിലെത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായി കൊടുക്കണോ. അങ്ങനെ എന്നെ വലിച്ചു പിടിച്ച് കിച്ചണിൽ കൊണ്ടുവന്നിട്ടിട്ട് എന്തൊക്കെയോ ചെയ്യാൻ പറഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു. ഇത്ര എനിക്കറിയാം. അത് പിന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷം നമ്മളിങ്ങനെ നെയ്ബേഴ്സ് ആവുന്നേ? അപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് ചെയ്യണ്ടേ? ആ ദേവു, ഞാൻ നിന്നെ വിളിച്ചമർത്തിയത് വേറൊന്നുമല്ല. ഈ പലഹാരങ്ങളെല്ലാം കൊണ്ടുപോയി അജുന്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് വാ. ഞാനോ? ഞാനെന്തിനാ മോളെ? നിങ്ങളല്ലേ ഉണ്ടാക്കിയേ, നിങ്ങൾ എന്നെ കൊണ്ടുപോയി കൊടുത്താൽ മതി. എനിക്കിന്ന് വയ്യെടുക്കാം. ദേവു, കിടന്ന് വാശി പിടിക്കല്ലേ. ഞാൻ 2 അടി വെച്ചേരും. കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ഞാൻ കൊണ്ട് കൊടുത്തോളാം. ഇങ്ങോട്ടാ. ആഹാ, രാവിലത്തെ കണി കൊള്ളാലോ. എന്താണ് മിസ് ദേവിക പ്രകാശ് എന്റെ വീട്ടിൽ കാര്യം? ഈ കുരിശ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഹലോ, ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെന്ന്? എല്ലാം തന്നെ ബോധിപ്പിക്കണോ? ഞാൻ ഒരു സാധനം തരാൻ വന്നേ, അങ്ങോട്ട് മാറി നിൽക്കും. അത് കൊള്ളാലോ. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നോട് അഹങ്കാരം കാണിക്കുന്നു. കുറച്ചൊക്കെ സംസാരത്തിൽ മര്യാദയൊക്കെ ആവാം. അല്ലയോ മഹാനുഭവ, എന്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഇവിടത്തേക്ക് കൊടുത്തു വിടാനായിട്ട് കുറച്ച് പലഹാരം എന്നെ ഏൽപ്പിച്ചു. അത് തരാൻ വേണ്ടിയാണ് നോം ഇവിടെ വന്നത്. എന്നെ ഒന്ന് അകത്തേക്ക് കടത്തി വിടാമോ? എന്തേ, താങ്കൾക്ക് ഇത്രയും മര്യാദ പോരുന്നുണ്ടോ? എന്നാ കുറച്ചുകൂടി മര്യാദയാവാം. അങ്ങോട്ട് മോറി നിൽക്ക്, നീ ചവിട്ടി തള്ളിടും. ഇതിന് ഞാൻ കരുതിയ പോലെ ചെറിയ വട്ടൊന്നുമല്ല, മുഴുവട്ടം. അല്ല, ഇതാര്? ദേവ് മോളോ? ഞാൻ കരുതി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു കാണുന്നു. ഞങ്ങളുടെ ഇവിടെ താമസത്തിന് വന്നിട്ട് ഒരു പ്രാവശ്യം പോലും ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഹേയ്, അങ്ങനെയൊന്നുമില്ല ആന്റി. അത് പിന്നെ കോളേജിൽ ക്ലാസ് നടക്കില്ലേ, അപ്പൊ അതിന്റെയൊക്കെ തിരക്കായിട്ട്. ആ ദേവ് മോളായിരുന്നോ? ഞാൻ ശബ്ദം കേട്ട് ഇങ്ങോട്ട് വന്നതാ. മോള് കുറെ നേരം ആയോ വന്നിട്ട്? ഇല്ല അങ്കിൾ, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ വന്നത് വേറൊന്നിനുമല്ല, ഈ പലഹാരം ഇവിടെ തരാൻ വേണ്ടി വന്നതാ. ഇതിന്ന് അച്ഛനും അമ്മയും സ്പെഷ്യലായിട്ട് ഇവിടെ തരാൻ വേണ്ടി ഉണ്ടാക്കിയതാ. അയ്യോ ശരിക്കും? അയ്യോ, അത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി കാണുമല്ലോ. വേണ്ടായിരുന്നു. സാരില്ല ആന്റി, അവർക്കിത് ബുദ്ധിരിയൊന്നുമില്ല. അവരിടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്റെ വീട്ടുകാരോട് സംസാരിക്കുമ്പോ എന്താ ബഹുമാനം, എന്താ മര്യാദ. എന്നോട് സംസാരിക്കുമ്പോ മാത്രം തറുതല. നീ ഇവിടെ ഇരിക്കുവായിരുന്നോ? ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? രാവിലെ തൊട്ട് തുടങ്ങിയ തലവേദന അതൊന്ന് മാറുമെന്നറിയാൻ വേണ്ടി ഇവിടെ ഒന്ന് കോഫി കുടിക്കാന്ന് വിചാരിച്ചേ. പെട്ടെന്ന് എന്താ ഇങ്ങനെ തലവേദന വരാൻ കാരണം? ഞാനൊന്നും നിന്നോട് പറഞ്ഞില്ലേ, ഒരു ദിവസം ഞാൻ ഫേസ് പാക്ക് ഇട്ട് കിടന്ന് ഉറങ്ങിയ സമയത്ത് അജു വന്ന് എന്റെ ഫോട്ടോ എടുത്തുനിന്ന് ആ ഒരു ഫോട്ടോയും വെച്ച് അവൻ ഇനി ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്യിപ്പിക്കാതെ ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ 4-5 നോട്ട്ബുക്ക് ഞാൻ അവന് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തേ. ഇനി അടുത്ത എന്ത് പണിയും കൊണ്ട് വരുന്നത് ദൈവത്തിനറിയാം. സാറാ, നിന്നെ എത്ര നേരമായിട്ട് ഞാൻ ഫോൺ വിളിക്കാ, നീ എന്താ ഫോൺ എടുക്കാത്തെ? നീ വിളിച്ചിരുന്നോ? ഞാൻ കേട്ടില്ല, എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു. ശരി. അല്ല, ഇവിടെ എന്താ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ചർച്ച? ഓ അതോ, അത് ഡെയിലി ഉള്ള പ്രശ്നം തന്നെയാ. ഇന്നും അജീവ്ക്ക് എന്തൊക്കെയോ പണി കൊടുത്തെന്നാ പറയുന്നത്. ആഹാ, ഇന്നും ആ ഫോട്ടോ കാണിച്ചായിരിക്കും ഓരോന്നും ചെയ്യാൻ പറഞ്ഞല്ലേ? ആ ഒരൊറ്റ കച്ചിതിരുമ്പ അവന്റെ അഹങ്കാരം. എങ്ങനെയെങ്കിലും ആ ഫോട്ടോ അവന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഡെയിലി എനിക്കിങ്ങനെ പണി കിട്ടിക്കൊണ്ടേയിരിക്കും. അല്ല, ഇവിടെ ആരൊക്കെയോ പറയുന്ന കേട്ടല്ലോ, അവൻ എന്നോട് ക്രഷ് ആണെന്നോ, അവൻ എന്നോട് ജലസി ആണെന്നോ, മാങ്ങ തൊലിയാണെന്നോ. ഇതാണോ അവന്റെ ജലസി? അത് പറഞ്ഞപ്പോഴാ, നീ അവന് ജലസി ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. എവിടെന്ന്? ഞാനൊന്നും ടെസ്റ്റ് ചെയ്തൊന്നും നോക്കില്ല. അതിന് സമയം വേണ്ടേ? എന്നൊന്നും തുറയിൽ നിൽക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. ഓഹോ, എല്ലാരും ഉണ്ടല്ലോ ക്യാൻറ്റീനില്. ഞാനില്ലാതെ എന്താ ഒരു വട്ടമേശ സമ്മേളനം? സമാധാനം കിട്ടാൻ വേണ്ടി ഇവിടെ വന്ന്, അപ്പൊ ഇവിടെ സമാധാനം തരില്ല കുരിശ്. ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നൊന്നുമല്ല. ഞാൻ ഇവളെ കാണാതെ കോളേജ് ഫുള്ള് തപ്പിയിടന്നപ്പോ ലാസ്റ്റ് ക്യാൻറ്റീനിൽ വെച്ച് കണ്ടു. അതുപോലെ തന്നെ ഇവനും എന്നെ കോളേജ് ഫുള്ള് തപ്പിയിടന്നു, അവസാനം ക്യാൻറ്റീനിൽ വെച്ച് കണ്ടു. ഓ അങ്ങനെ. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി എനിക്കിവിടെ ഒരു കോഫി ഓർഡർ ചെയ്തിട്ട് വരാം. ഹായ് ദേവു, താനെന്താടോ ഇപ്പൊ പഴയ പോലെ മൈൻഡൊന്നുമില്ലല്ലോ, എന്തു പറ്റി? അഖിൽ, എടാ ഞാൻ മൈൻഡ് ചെയ്യാത്തല്ല, കുറച്ച് തിരക്കായി പോയി അതാ.
അല്ല, നീ ഇതെന്താ കുടിക്കുന്ന? കോഫിയോ? നീ അങ്ങനെ അധികം കോഫി കുടിക്കാറില്ലല്ലോ. ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ പോയി ഒരു ജ്യൂസ് മേടിച്ചിട്ട് വരാം. എടാ വേണ്ട, എനിക്ക് നല്ല തലവേദന ഉള്ളതുകൊണ്ട് കോഫി ഓർഡർ ചെയ്തതാ. അത് സാരില്ലടോ, ഒരു ജ്യൂസ് കൂടെ കുടിച്ചെന്ന് കരുതി വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ് പോരാ. എന്താണ് മോളെ, അഖിലിന് നിന്നോടൊരു പ്രത്യേക കെയർ പോലെ? എന്താണ് സംഭവം? ഒന്ന് പോടി, അവൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതെന്റെ നല്ലൊരു ഫ്രണ്ടാ. അവൻ എന്നെ അങ്ങനെ കാണുന്നെന്നാ ഞാൻ വിചാരിക്കുന്നേ. A few minutes later. എന്താ? കണ്ടൂടെ ജ്യൂസ്? എടുത്ത് കുടിക്ക്. അതിന് ഞാൻ നിന്നോട് ജ്യൂസ് ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ ഇത് എന്തിനാ ഇവിടെ കൊണ്ട് വെച്ചെന്നാ ചോദിക്കുന്നേ. അതെന്താ, നിനക്ക് അഖിൽ കൊണ്ടു തരുന്ന ജ്യൂസേ കുടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ജ്യൂസ് കൊണ്ടു തന്നാ നീ കുടിക്കില്ലേ? അല്ല, ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. നീ ഇപ്പൊ എന്തിനാ അഖിലിനെ ഇതിലോട്ട് വലിച്ചയക്കുന്നേ? എനിക്കിപ്പോ ജ്യൂസ് വേണ്ട, പോരെ? ശരി, വേണ്ടേ, നീ കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. ദേവു, ഇത് മറ്റത്. എന്ത്? ഓ എന്റെ പൊന്നു പൊട്ടി, ജലസി. അഖില നിനക്ക് ജ്യൂസ് മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ, അതില് ജലസി അടിച്ചിട്ടാ അജു നിനക്ക് ജ്യൂസ് മേടിച്ചോണ്ട് വന്നേ. ശരിക്കും ജലസിയാണോ? അങ്ങനെ ആണെങ്കിൽ നീ നോക്കോ, ഇപ്പൊ ഒരു പണിയുണ്ട്. അഖിൽ, നീ ജ്യൂസ് മേടിക്കുമ്പോഴേ മാംഗോ ജ്യൂസ് മേടിച്ചാ മതി, എനിക്കതാ ഇഷ്ടം. എബിൻ, നീ അജുനൊന്ന് നോക്കിയേ, അവന്റെ എക്സ്പ്രഷൻ എന്തെങ്കിലും മാറ്റമുണ്ടോ? സബാഷ്, മാറ്റം ഉണ്ടോന്നോ? അവിടെ ഒരു അഗ്നിപർവ്വതം തന്നെ നിന്ന് പുകയുന്നുണ്ട്. എടാ, അപ്പൊ ശരിക്കും അവൻ എന്നോട് ജലസിയുണ്ട്? അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഇപ്പൊ അർത്ഥമൊക്കെ ചോദിച്ചാ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഒന്നുകില് അവന് നിന്നോട് പ്രണയം, അതല്ലെങ്കിൽ എനിക്കറിയില്ല. നീ അവനോട് തന്നെ പോയി ചോദിക്കേണ്ടി വരും. എബിൻ, അങ്ങനെ ചങ്കിക്കൊള്ളുന്ന രീതിയിലൊന്നും പറയല്ലേ. അവൻ എന്നോട് പ്രണയോ? ഞാൻ സമ്മതിക്കില്ല, എന്നെ കൊന്നാലും സമ്മതിക്കില്ല. ഓക്കെ, ഞാൻ റെഡിയായി, പോവാം. എങ്ങനെ പോവാനാ? എബിനും അജുവും വന്നില്ല. അവരും കൂടെ വന്നാലല്ലേ പോവാൻ പറ്റുള്ളൂ. എത്ര നേരായെന്നറിയോ അവരെയും കത്തോടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? ഇതുവരെ വന്നില്ലേ? നമ്മളിനി ക്ലാസ്സിൽ എപ്പോഴാ എത്താ? ലേറ്റ് ആവും. നീ വാ, നമുക്ക് അജുവിന്റെ വീട്ടിലോട്ടൊന്ന് പോയി നോക്കാം. അല്ലാതെ ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഞാൻ വരുന്നില്ല, നീ പോയി അവരെ വിളിച്ചോണ്ടോ. ഓ എന്റെ പൊന്നു ദേവു, അവിടെ നിന്നെ പിടിച്ച് തിന്നാനായിട്ട് ആരുമില്ല. നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എബിൻ, നീ ഇവിടെ എന്ത് ചെയ്യാ? ഞങ്ങൾ എത്ര നേരമായിട്ട് പുറത്ത് നിങ്ങളെ കാത്ത് നിൽക്കുന്നേ. അല്ല, അജു എവിടെ? നിങ്ങൾ വന്ന എന്തായാലും നന്നായി. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. എന്റെ റെക്കോർഡ് ബുക്ക് അവന്റെ കയ്യിലായിരുന്നു, അതും കൂടെ ചോദിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നേ. അപ്പൊ അവന്റെ അമ്മ പറഞ്ഞു അവൻ എന്തോ ആവശ്യത്തിനായിട്ട് കോളേജിൽ നേരത്തെ പോയെന്ന്. ഞാനാണെങ്കിൽ ഇവിടെ അത്രയും നോക്കിയിട്ടും കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരോട് ഒന്ന് നോക്കി സഹായിച്ചു തന്നെ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ആ റൂമിൽ നോക്കാം, നിങ്ങൾ ഇവിടെ നോക്കേ. A few moments later. അവൻ എന്തായാലും ഈ റൂമിലില്ല, ഇതാ പറ്റിയ സമയം. അവന് പണി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഈ റൂമിൽ നിന്ന് കിട്ടണേ ദൈവമേ. ഇവിടെ മൊത്തം അരിച്ച് പറക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ. എന്തായാലും എല്ലായിടവും നോക്കി, ഇനി ഈ പെട്ടിയായിട്ട് മാത്രം എന്താ മാറ്റി വെക്കുന്നത്? ഇതും കൂടെ നോക്കാം. ഓ, എല്ലാ ചപ്പും ചവറും ഇതിനകത്തുണ്ടല്ലോ. ഇതെന്താ, ഡയറിയോ? ഇവൻ ഡയറിയൊക്കെ എഴുതോ? ആഹാ, ഇതാണ് ഞാൻ തപ്പി നടന്ന സാധനം. ഇതിനകത്ത് എന്തെങ്കിലും അവന്റെ സീക്രട്ട് കാണും. പൊന്നു മോനെ അജു, ഇതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കുള്ള പണി പിറകെ വരുന്നുണ്ട്. ദേവു, റെക്കോർഡ് കിട്ടി, വാ പോവാ നമുക്ക്. നീ എന്താ പെട്ടിയിലൊക്കെ നോക്കുന്നേ? ഒന്നുമില്ല, ഞാൻ നിന്റെ റെക്കോർഡ് ഇതിനകത്ത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് നോക്കിയതാ. എന്തായാലും കിട്ടിയല്ലോ, നമുക്ക് പോവാം. എന്തു പറ്റി? ഇന്ന് നേരത്തെ ആണല്ലോ വീട്ടില്. സാധാരണ 4 പേരൂടെ കോളേജിൽ പോയി കഴിഞ്ഞാ പാതിരാത്രി ആകുമല്ലോ വീടെത്താൻ. ഇപ്പൊ നേരത്തെ വന്നതായോ പ്രശ്നം? എങ്കിൽ ശരി, ഇനി മുതൽ ഡെയിലി ഞാൻ ലേറ്റ് ആയിട്ട് വരാം, ഓക്കെ? അയ്യോ, വീടെത്തുന്നത് തന്നെ വലിയ കാര്യം. നീ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നേ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. അല്ലാതെ നിന്റെ കൂടെ അടി കൂടിക്കൊണ്ടിരുന്നാ എന്റെ എനർജി മൊത്തം വേസ്റ്റ് ആവും. ഈ ഡയറി ആരും കാണാതെ ഒളിപ്പിച്ചു വെക്കാൻ പറ്റ പാട്. ഇത് ഇതുവരെ ഒന്ന് തുറന്ന് വായിക്കാൻ പറ്റിയില്ല. ഇനി വേണം മനസ്സമാധാനമായിട്ടൊന്ന് വായിക്കാൻ. ഇതിലെന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല. ഇതെന്റെ പുതിയ ഡയറിയാണ്.
എന്റെ പഴയ ഡയറി കളഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കരുതി പുതിയൊരു ഡയറി മേടിച്ചിട്ട് ഇന്നോട്ട് എഴുതി തുടങ്ങാന്ന്. സോ ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്. ഇനി ഇന്നത്തെ ദിവസത്തെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. എങ്കിലും ഞാനിന്ന് നല്ല ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, എങ്കിലും ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞാൻ എത്ര ഹാപ്പി ആണെങ്കിലും അത് നശിപ്പിക്കാനായിട്ട് ഒരൊരാൾ വിചാരിച്ചാൽ മതി. എന്റെ അന്നത്തെ ദിവസമേ സ്പോയിലാക്കുമെന്ന്. വേറെ ആരുമല്ല, എന്റെ അയൽവാസി ആ ദേവിക പ്രകാശ്. ഒരു കാലത്ത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, ഇപ്പോൾ അവൾ എന്റെ എനിമി. എന്ന് അവൾ എന്റെ ആ പാവ നശിപ്പിച്ചോ അന്ന് മുതൽ അവൾ എന്റെ ശത്രുവാ. കുറെ നാൾ അവളെ കൊണ്ട് ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് എവിടെന്നോ പൊട്ടിമുളച്ചതുപോലെ ഇന്ന് അവള് ഞാനുമായിട്ട് തല്ലുണ്ടാക്കി. പിന്നെ ഒന്നും പറയണ്ട, അടിയായി, ബഹളായി, ആകെ പ്രശ്നമായി. പ്രത്യേകിച്ച് പ്രോപ്പറായിട്ട് ഒരു റീസൺ പോലും വേണ്ട അവൾക്ക് എന്നോട് തല്ലുണ്ടാക്കാൻ. സത്യം പറയാലോ, ഷീസ് എ മൂഡ് സ്പോയിലർ. ശരിക്കും അങ്ങനെ ഇന്നത്തെ ദിവസം എന്തായാലും പോയി കിട്ടി എനിക്ക്. ആഹാ, ആദ്യത്തെ പേജിൽ തന്നെ എന്നെ കുറ്റം പറച്ചിലാണല്ലോ. ദുഷ്ട, ഞാൻ നിന്റെ മൂഡ് സ്പോയിലർ ആണല്ലേ. കാണിച്ചു തരാം. അടുത്ത ദിവസത്തെ നോക്കട്ടെ. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ബിക്കോസ് ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ വിഷ് ചെയ്തു. എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടി. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമായത് എബിന് സാറേ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഫുൾ ടൈം ഇവിടെ ഉണ്ടായിരുന്നു. എബിന് സാറേ മാത്രമല്ല, ആ ചൊറിയുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ടോപ്പ് ഓഫ് ദാറ്റ്, എന്നെ ഞെട്ടിച്ചത് അതല്ല. അവളിവിടെ വരുമ്പോ എനിക്കിട്ട് എന്തെങ്കിലും പണി തരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, അവൾ എനിക്കൊരു ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് തന്നു. പിന്നെ അവൾ എന്നെ വിഷും ചെയ്തു. സത്യം പറഞ്ഞാ അതിലെനിക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ അത് പുറത്ത് കാണിച്ചില്ല. പിന്നെ ആ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമായി. അവളെനിക്ക് ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് തരുന്നത്. നോക്കട്ടെ, അടുത്ത ബർത്ത്ഡേക്ക് പറ്റുമെങ്കിൽ അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാം. എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. ബർത്ത്ഡേ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട്. സോ ഞാൻ ഉറങ്ങാൻ പോകുന്നു. അപ്പോ നിനക്ക് എന്റെ ഗിഫ്റ്റ് ഇഷ്ടായി എന്നിട്ടാണല്ലേ എന്റെ ഗിഫ്റ്റിന് അന്ന് നീ ഒരുപാട് കുറ്റം പറഞ്ഞു? ദേവു, നീ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? ആ അമ്മ ഇതാ വരുന്നു, 1 മിനിറ്റ്. ക്ലാസ്സിൽ കയറാൻ സമയമായല്ലോ. ഇവ ഇതെവിടെ പോയി കിടക്കുവോ? ഒന്ന് സമാധാനിക്കടാ. ആ ദേ വരുന്നു അജു. എടാ എബിനെ, എന്നെ നോക്കി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കണ്ടിട്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നുന്നില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചേ? എടാ നീ അവളെ നോക്കിയേ. അവളെന്തിനാ എന്നെ ഇങ്ങനെ വിയേർഡായിട്ട് നോക്കുന്നേ? ശരിയാണല്ലോ, ഇവളെന്തിനാ നിന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇത് കടിക്കൂ. അവളുടെ നോട്ട് അത്ര പന്തിയല്ലാത്ത പോലെ. ഞാനേ ക്ലാസ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. എന്നിട്ട് വേണം നീ അവളെ കണ്ട് പേടിച്ചോടിയതാണെന്ന് എല്ലാരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ. നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കടാ, എന്തിനാ ഇങ്ങനെ നോക്കുന്നേന്ന്. അവള് നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോണില്ല. ആ ഓക്കെ ഓക്കെ. എന്താ, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? കണ്ണുള്ളോണ്ട്. അതെ, ആ 2 ഉണ്ട കണ്ണു വെച്ച് എന്തിനാ എന്നെ നോക്കുന്നേന്നാ ചോദിച്ചേ. ഞാൻ അടിയൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പണ്ട് നീ ഇവിടുന്ന് അബ്രോഡ് താമസം മാറി പോകുന്നതിന് മുന്നേ നിന്റെ ഒരു ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് തന്നില്ലേ? ആ ഗിഫ്റ്റ് നിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? ഓ, ആ ഗിഫ്റ്റോ? അതൊക്കെ ഞാൻ അന്നേ കളഞ്ഞല്ലോ. അല്ലെങ്കിലും ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. അല്ല, എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. ആഹാ, എന്ത് നന്നായിട്ടാണോ പറയുന്നേ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അതെ, നിന്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് തന്നില്ലേ, അത് നിന്റെ കയ്യിലുണ്ടോ ഇപ്പോ? ഏയ് ഇല്ല, ഞാനും അത് അന്നേ കളഞ്ഞു. ഞാനും ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കാറില്ല, അതുകൊണ്ടാ. ഞാൻ ഇവിടെ എവിടെയാണല്ലോ വെച്ചേ. ആ കിട്ടി. ഒരുപാട് നാളായി ഞാൻ ഡയറി എഴുതിയിട്ട്. എഴുതണമെന്ന് വിചാരിച്ച് ഡയറി എടുക്കുമ്പോൾ എഴുതാൻ പറ്റില്ല. എന്താണെന്നറിയില്ല, മനസ്സൊട്ട് ശരിയില്ല. നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ എബ്രോഡ് പോവാം, ഞാനും എൻ്റെ ഫാമിലി.
പപ്പയുടെ ബിസിനസിന്റെ ആവശ്യമായിട്ട് ഇനി കുറച്ചു വർഷം ഞങ്ങൾ എബ്രോഡ് ആയിരിക്കും. എനിക്ക് പപ്പയുടെ കൂടെ എബ്രോഡ് പോകുന്നതിൽ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല. അതെന്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. പക്ഷെ ഇപ്പോ എന്താണെന്നറിയില്ല, എനിക്ക് പോകാൻ തോന്നുന്നില്ല. പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്. ഓഫ് കോഴ്സ് എനിക്ക് മിസ്സാവും എൻ്റെ സ്കൂള്, ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ ഈ വീട്, പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എബിൻ, സാറ, പിന്നെ ഒരാളെ ഞാൻ മിസ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്ന ആ ആളെ ആയിരിക്കും. കാരണം 24 hours എപ്പോഴും തല്ലാണല്ലോ. അപ്പോൾ ആളായിരിക്കും ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമൊക്കെ ഓരോ ദേഷ്യത്തിന്റെ പുറത്ത് അവളുമായിട്ട് ഞാൻ തല്ലുകൂടുമായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ ആ തല്ലുകൂടല് ഞാൻ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. എന്താണെന്നറിയില്ല, അവളുമായിട്ട് തല്ലുകൂടുമ്പോൾ പ്രത്യേകിച്ച് ഒരു രസം. പക്ഷെ ഇനി അങ്ങോട്ട് അവളുമായിട്ട് തല്ലുകൂടാൻ പറ്റില്ല എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം. ഐ തിങ്ക് ഞാൻ അവളെ മിസ് ചെയ്യും. ഐ വിൽ മിസ് യു ദേവു. എനിക്കറിയില്ല എന്നോട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സ് വന്നിരുന്നു. നിന്നെ ഞാൻ ഏത് സമയം ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എനിക്കറിയാം നിനക്ക് എന്നോട് ഒരുപാട് ദേഷ്യമാണ്. പക്ഷേ നിന്റെ മുഖത്ത് ആ ദേഷ്യം കാണുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്, നല്ല രീതിയിൽ മാത്രം. നീയായിട്ടുള്ള ഓരോ തല്ലുകൂടലും ഞാൻ ഇനി മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും. Now it's 1 year. ഒരു വർഷമായി. എത്ര പെട്ടെന്ന് ആ സമയമൊക്കെ പോകുന്നേ. എനിക്ക് ഓൾറെഡി നാട്ടിൽ പോകാൻ കൊതിയായിട്ട് വയ്യ. ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാവരെയും കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരാള്, അവളോട് മാത്രം എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പേടിയെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായിരിക്കും പറയാ? മേ ബി ചീത്ത വിളിക്കുമായിരിക്കും, അറിയില്ല. ഞാൻ അവിടെ നിന്ന് പോയതിൽ അവൾക്ക് വിഷമായിരിക്കോ അതോ സന്തോഷമായിരിക്കോ? ഒന്നും അറിയില്ല. അങ്ങനെ 2 വർഷം കടന്നുപോയി. ഈ 2 വർഷത്തിനിടയിൽ ഒരു തവണ പോലും എനിക്ക് നാട്ടിലേക്കൊന്നും പോകാനായിട്ട് യാതൊരു അവസരം കിട്ടിയിട്ടില്ല. ഇനി അത് കിട്ടുമെന്നും യാതൊരു പിടുത്തമില്ല. പക്ഷേ ഈ ഒരു കാലയളവിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഞാൻ ഒരാളുമായിട്ട് അഗാധമായ പ്രണയത്തിലാണ്. ആ പ്രണയം ഞാൻ തിരിച്ചറിയാൻ ഒരുപാട് വൈകിപ്പോയി. കണ്ണിൻ്റെ മുന്നിലുണ്ടായിരുന്ന സമയത്ത് യാതൊരു മൈൻഡും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. യെസ്, ഐ ആം ഇൻ ലവ്. ഐ ആം ഇൻ ലവ് വിത്ത് മിസ് ദേവിക പ്രകാശ്. I love you, Devu. I love you so much. ഇത് സത്യമാണോ? അച്ചു, അവൻ എന്നോട് ശരിക്കും ഇഷ്ടമാണോ? അതോ ഇത് പറ്റിക്കാൻ വേണ്ടി വല്ലതും എഴുതിയതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വർഷമായിട്ട് അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കെന്താ ഇത്രയും നാളായിട്ട് മനസ്സിലാവാത്തെ? ഒരു നോട്ടം കൊണ്ടുപോലും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എബിൻ, നീ അജുവിനെ കണ്ടോ? അവൻ കുറച്ചു നേരം മുന്നേ ലൈബ്രറിയിലേക്ക് പോയതേ ഉള്ളൂ. എന്തു പറ്റി? ഒന്നുമില്ല, അജുവിനെ ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. ദേവു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നിട്ട് ഫേസ് ഒക്കെ എന്താ? നീ കരഞ്ഞോ? ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു തലവേദന, അത്രേ ഉള്ളൂ. അജു, അല്ല, ഇത് ആര്? എന്തു പറ്റി? എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നു? അടുത്ത് എന്തെങ്കിലും പണിയായിട്ട് വരുന്നയാണോ? അതോ? അല്ല, ഞാനിത് തരാൻ വന്നേ. ഇതെന്റെ ഡയറി അല്ലേ? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നേ? അത് എബിന്റെ പ്രോജക്റ്റ് ബുക്ക് നോക്കാൻ വേണ്ടി നിന്റെ റൂം ഫുള്ള് ചെക്ക് ചെയ്തപ്പോ എനിക്കിത് അവിടെ ഒരു പെട്ടിന്ന് കിട്ടിയതാ. ഞാൻ നിനക്കൊരു പണി തരാൻ വേണ്ടി കയ്യിലെടുത്ത് വെച്ചതാ. സോറി, ഞാനിത് വായിച്ചിട്ടില്ല. സോറി, ഐം എക്സ്ട്രീംലി സോറി. ഒരാളുടെ ഡയറി എടുക്കുന്നത് എനിക്കറിയാം തെറ്റാന്ന്. സോറി. അതുകൊണ്ടാണ് ഞാനിത് നിന്റെ കയ്യിൽ തിരിച്ചു തരാൻ വേണ്ടി വന്നേ. എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അജു, ഐം എക്സ്ട്രീംലി സോറി. ഓക്കെ, ഞാൻ പോവാ. ബൈ. ദേവു, നിക്ക്. ദേവു,
2 ദിവസമായി ദേവ് കോളേജിൽ വന്നിട്ട്. അവളില്ലാത്തോണ്ട് ഒരു രസവും ഇല്ല. എന്താ വരാത്തേന്ന് ചോദിക്കുമ്പോൾ പനിയാന്നാ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവൾക്ക് പനിയാന്ന്. വേറെന്തോ കാരണമുണ്ട്. പക്ഷെ എന്താണെന്ന് അവൾ പറയുന്നില്ല. അത് ശരിയാ, അവളില്ലാത്തോണ്ട് എന്തോ പോലെ. നാളെ ആവട്ടെ, അവള് കള്ളപ്പനി അഭിനയിക്കുവാണെങ്കിൽ തൂക്കിയെടുത്ത് കോളേജിൽ കൊണ്ടുവരും. എന്താ അടുത്ത ആള്? നീ എന്താടാ ഗ്ലൂമി അടിച്ചിരിക്കുന്നേ? നിങ്ങക്ക് രണ്ടുപേർക്കും ഇപ്പൊ എന്താ പറ്റിയേ? നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? എന്ത് പ്രശ്നം? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമില്ല. ദേവു, ദേവു നിക്ക്. നീ എത്ര നാളെന്ന് വെച്ചാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? എനിക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചാ മതി. എനിക്ക് പറയാനുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് കേക്ക് പ്ലീസ്. അജു പ്ലീസ്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഞാൻ പോവാ. അജു, നീ എന്തായി കാണിക്കുന്നേ? എനിക്കിനി വയ്യ. ഇതിപ്പോ 3 ആഴ്ചയായി നീ എന്നോട് മിണ്ടിയിട്ട്. എനിക്കിനി ഇതിങ്ങനെ കൊണ്ടുപോകാൻ വയ്യ. എനിക്ക് നിന്നോടെല്ലാം തുറന്നു പറയണം. ആ ഡയറിയുടെ കേസ്. ആ ഡയറി ഞാൻ അറിയാണ്ടെടുത്തതാ, പറഞ്ഞില്ലേ നിനക്കൊരു പണി തരാനായിട്ട്. പക്ഷെ ഞാൻ അത് വായിച്ചിട്ടില്ല. നീ അതിന്റെ പേരിലാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നെങ്കിൽ ഐ ആം സോറി. ഞാൻ പറഞ്ഞല്ലോ. ദേവു, നീ എന്തിനാ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നേ? എനിക്കറിയാം നീ അത് വായിച്ചിട്ടുണ്ടെന്ന്. അത് വായിച്ചതിന് ശേഷമാണല്ലോ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയേ. പക്ഷെ ദേവു, നീ അറിയാത്തൊരു കാര്യമുണ്ട്. ആ ഡയറി അത് നീ വായിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ വെച്ചേ. സാധാരണ ഞാൻ എൻ്റെ ഡയറി ആരും കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിച്ച വെക്കുക. അന്നത് ഞാൻ ആ പെട്ടിയിൽ മനഃപൂർവ്വം വെച്ചേ. കാരണം എനിക്കറിയാം നീ അതെടുത്ത് വായിക്കുമെന്ന്. എബിൻ്റെ പ്രോജക്റ്റ് ബുക്ക് ഞാൻ മേടിച്ചതും അതെൻ്റെ വീട്ടിലെ റൂമിൽ വെച്ചതും അവനത് തിരക്കി വരുമെന്ന് അറിയാന്നുള്ള ദിവസം തന്നെ ഞാൻ നേരത്തെ കോളേജിൽ പോയതും എല്ലാം എൻ്റെ പ്ലാനായിരുന്നു. എല്ലാം ഒരൊറ്റ കാരണത്തിന് വേണ്ടി. ആ ഡയറി നീ വായിക്കണമായിരുന്നു. അതിനു വേണ്ടി മാത്രം. എന്താ നീ മനഃപൂർവ്വമായിരുന്നോ ഡയറി ഞാൻ വായിക്കാനായിട്ട്? എന്തിന്? എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. നിന്നോട് പലപ്പോഴും മുഖത്ത് നോക്കി എൻ്റെ ഫീലിങ്സ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നോക്കിയിട്ട് ഈ ഒരൊറ്റ വഴി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ കരുതി നീ അത് വായിച്ച ഉടനെ എന്നോട് വന്ന് ചോദിക്കുമെന്ന്. പക്ഷെ ഇല്ല, അത് നടന്നില്ല. പകരം ഞാൻ എന്താണോ ഭയന്നത് അതാ സംഭവിച്ചേ. നിനക്ക് എന്നോട് ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നീ ഇത്രയും നാൾ എന്നോട് പറഞ്ഞില്ല? എന്തിന് എന്നെ ഇത് മറച്ചു വെച്ചു? അതുകൂടാതെ നീ എന്നോട് ഒരു ശത്രുവിനെ പോലെയല്ലേ പെരുമാറിയേ? അതെന്തിനായിരുന്നു? Because I was scared. I was afraid of losing you. ഞാനത് നിന്നോട് തുറന്നു പറഞ്ഞു നീ എന്നെ റിജക്റ്റ് ചെയ്യുമെന്ന് പേടിയായിരുന്നു. നീ എന്നോട് ഒരിക്കലും മിണ്ടില്ല എന്നുള്ള പേടിയായിരുന്നു. And I won't let that happen. I can lose you. You have no idea how much I love you. It's more than you can even imagine. Devu, I love you more than anything in the world. നിനക്ക് ഒരിക്കലും മനസ്സിലാവില്ല എന്തുമാത്രം എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന്. ഒരുപാട് ഇഷ്ടമാണ് ദേവു, എനിക്ക് ഒരുപാട്. പക്ഷെ നീ ഇപ്പോൾ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ ഉത്തരം എന്താണെന്ന്. അജു, എനിക്ക് മനസ്സിലാവും നിനക്കെന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന്. ആ ഡയറി വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഐ ആം റിയലി സോറി. എനിക്ക് ആ സ്നേഹം തിരിച്ചു തരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് നിനക്ക് കഴിയാത്തെ? അതിനെനിക്കൊരു പ്രോപ്പർ ഉത്തരം വേണം ദേവു. എനിക്കറിയില്ല. ഐ വാസ് കൺഫ്യൂസ്ഡ്. എന്റെ കയ്യിലിപ്പോ ഒന്നിനുള്ള ഉത്തരവില്ല. പ്ലീസ് മനസ്സിലാക്ക അജു. ഇറ്റ്സ് ഓക്കെ, എനിക്ക് മനസ്സിലാവും. ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യില്ല. ഈ പ്രണയം എന്ന് പറയുന്നത് ഫോഴ്സ് ചെയ്യേണ്ട ഒന്നല്ലല്ലോ. എനിക്ക് നിന്നോടുള്ള അതേ പ്രണയം ഒരു ദിവസം നിനക്ക് എന്നോടും തിരിച്ചു തോന്നുമെന്ന് എനിക്ക് ഉറപ്പാണ്. I will never give up on you ദേവു. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കും. I will make you mine. അജു, അത് നീ എന്താ? ഇപ്പൊ ഒന്നും പറയണ്ട. ഞാൻ വെയിറ്റ് ചെയ്യും എത്ര നാൾ വേണമെങ്കിലും. ആൻഡ് ബി റെഡി ടു ബി മൈൻ. ആന്റി, അജു ഇവിടെ ഉണ്ടോ? അവൻ മുകളിലത്തെ റൂമിലുണ്ട്. രാവിലെ കയറിയതാ. ഇതുവരെയായിട്ട് ആ റൂമിൽ നിന്ന് വെളിയിറങ്ങിയില്ല. എന്തോ വലിയ പണിയിലാണെന്നാ തോന്നുന്നത്. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. അത്രയ്ക്ക് വലിയ പണി എന്താ? എന്തായാലും ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇതെന്ത് കോലാടാ? ഇപ്പൊ ഈ ഫ്ലവർ ഷോപ്പുകളൊക്കെ നിന്റെ റൂമിലോട്ട് മാറ്റിയോ? നീ രാവിലെ തന്നെ ഈ ചളി അടിക്കാനായിട്ടാണോ ഇങ്ങോട്ട് വന്നേ? നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പോയി തരൂ.
എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്നപ്പോൾ നീ എന്നോട് പോവാൻ പറയാ. എനിക്കിത് തന്നെ കിട്ടണം. നമ്മളില്ലേ, ഞാൻ പോയി തരാം. പക്ഷെ അതിനു മുന്നേ എനിക്കൊരു കാര്യം അറിയണം. നീ പൂക്കളൊക്കെ ആർക്ക് കൊടുക്കാനാ മേടിച്ചേ? അതൊക്കെ ഉണ്ട്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാനുള്ളതാ. അതും എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയത്. മോനെ, വല്ല പ്രൊപ്പോസൽ സീന് വല്ലതും ആണോ? എടാ എന്നോടും കൂടെ പറയടാ. ഒന്നില്ലെങ്കിലും ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എൻ്റെ പൊന്നബിനെ, ഈ ഫ്ലവർ ഒരാൾക്ക് കൊടുക്കുന്നത് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നമുക്കൊരാൾക്ക് ഫ്ലവർ എന്തെല്ലാം കാര്യത്തിന് കൊടുക്കാം. ബർത്ത്ഡേക്ക് കൊടുക്കാം, വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അതും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻ വരുമല്ലോ, അപ്പോഴൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതെന്തായാലും ഒരു പ്രൊപ്പോസൽ സീനല്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഞാനിപ്പോൾ ഒരാളെ പ്രൊപ്പോസ് ചെയ്യുവാണെങ്കിൽ അതെന്തായാലും ഞാൻ നിന്നോട് പറയും. കാരണം എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിലെനിക്ക് നിന്റെ സഹായം ഇല്ലാതെ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ നിന്നോട് പറഞ്ഞിരിക്കും. സോ ഡോണ്ട് വറി, ഓക്കെ? അങ്ങനെയാണേ നിനക്കോളാം. ഇല്ലെങ്കിൽ സോൾമേറ്റിന്റെ സോള് ഞാനങ്ങ് വെട്ടിക്കളയും. മൈൻഡ് ഇറ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. അച്ചു, നീ എന്താ ഇവിടെ? അല്ല, ഇതൊക്കെ എന്താ? കണ്ടൂടെ, ഫ്ലവേഴ്സ്. അത് മനസ്സിലായി. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേന്നാ ചോദിച്ചേ. അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. കൊണ്ടുവരാൻ തോന്നി, കൊണ്ടുവന്നു. ദാ മേടിക്ക്. പിന്നെ ഞാനിത് നിനക്ക് വേണ്ടി എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ. ഷോപ്പിൽ നിന്നൊന്നും മേടിച്ചതല്ല. അപ്പൊ ശരി, പോട്ടെ. ഹാവ് എ നൈസ് ഡേ. പിന്നെ വേറൊരു കാര്യം, ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഇത് പ്രതീക്ഷിക്കും. മൊഴികളിൽ നീരാടാം, മിഴികൾ നീന്തി അലയാം, ഇരുളിലോ പകലിനായി മഴയാകാം, കുളിരായി പീലി വിടരാം, ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ, ഈ ആകാശങ്ങളാകെ നിലവേ നിലവേ, ഈ താഴ്വാരങ്ങളാകെ നിലവേ. എബിൻ, ആശു നിന്നെ വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നോ? ഇല്ല ദേവു, അവ ഇത്രയും ദിവസമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. എന്താണെന്നോ അവ എവിടെയാണെന്നോ ഒരു വിവരവും ഇല്ല. ആരോടും പറയാതെ പെട്ടെന്നൊരു ദിവസം എങ്ങോട്ടാവും പോയെന്ന് പോലും അറിയില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നോ രക്ഷ, ഒരു വിവരവും ഇല്ല. ദേവു, നീ വിഷമിക്കാതിരിക്കെ. അപ്പൊ ഉടനെ വരും. എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമായിരിക്കും. അതുണ്ടാവും അവ ആരോടും പറയാതെ പോയെ. എന്നാലും ഒരു വാക്ക് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ? ഇതിപ്പോ എവിടെയാണെന്നും എന്ത് ചെയ്യാന്നും ഒരറിവും ഇല്ലാത്തോണ്ട്. നിങ്ങളുടെ ഇടയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ആ ഡയറിയുടെ കേസും പിന്നെ അവൻ നിന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞതൊക്കെ. പക്ഷേ നീ എന്താ മറുപടി പറഞ്ഞതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. നീ എന്ത് മറുപടി അവനോട് പറഞ്ഞേ? അത് അവ പെട്ടെന്ന് ഇങ്ങനെ അവന്റെ ഫീലിങ്സ് കൺഫ്യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കേട്ടപ്പോ പെട്ടെന്ന് ഞാൻ ഷോക്കായി പോയി. അവന് നിന്നോട് ഫീലിങ്സ് ഉള്ള പോലെ നിനക്ക് ഫീലിങ്സ് ഒന്നുമില്ലേ? എനിക്കറിയില്ല. ഞാൻ കൺഫ്യൂസ്ഡാ. ആ സമയത്ത് അവൻ കൺഫ്യൂസ് ചെയ്തപ്പോഴും ഞാൻ ഇത് തന്നെയാ പറഞ്ഞത്. എന്റെ മൈൻഡ് ഫുള്ള് കൺഫ്യൂസ്ഡാ, എനിക്കിപ്പോ ഉത്തരയില്ലാന്ന്. പക്ഷെ ഇപ്പോ അവന്റെ ഒരു വിവരം ഇല്ലാതിരിക്കുമ്പോ എനിക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒന്ന് കണ്ടാ മതിയെന്ന് തോന്നുക, അവന്റെ ശബ്ദം ഒന്ന് കേട്ടാ മതിയെന്ന് തോന്നുക. പക്ഷെ എനിക്കറിയില്ല അവൻ എവിടെയാണ്. ഇനി ഞാനങ്ങനെ പറഞ്ഞതിന്റെ ദേഷ്യത്തില് എന്നെ വിട്ട് പോയതായിരിക്കും. ഈ ഒരു ചെറിയ റീസൺ കാരണം അവൻ നിന്നെ ഇട്ടിട്ട് പോകാൻ മാത്രം അവന്റെ ലവ് അത്ര സില്ലി അല്ല. ഐ തിങ്ക് ഇറ്റ്സ് പ്യൂർ. ഹി ഈസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് യു. ഒരുപാട് വർഷങ്ങളോളം അവൻ നിന്നെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. സോ ജസ്റ്റ് വെയിറ്റ്, ഹി വിൽ കം. ബർത്ത്ഡേ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി പ്രിയേ? ഒരുക്കങ്ങളൊക്കെ ഏകദേശം കഴിയാറായി. ഇനി ഫുഡിന്റെ കാര്യം കൂടിയുള്ളൂ. ആഹാ, എന്നിട്ട് പിറന്നാളുകാരി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അവളവിടെ മുകളിലുണ്ട്. അവിടെ എബിനും സാറായിട്ടൊക്കെ എന്തോ സംസാരിച്ചോണ്ടിരിക്കുക.
അല്ല അജു ഇവിടെ? അപ്പൊ ഒരുപാട് നാളായില്ലേ ഇവിടെ നിന്ന് പോയിട്ട്? ഇതുവരെയും വന്നില്ലല്ലോ. ഇന്ന് ദൈവന്റെ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് വരുമെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ഇതുവരെയും വന്നില്ലല്ലോ. ഒന്നല്ലെങ്കിലും അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? എന്നിട്ട് അവൻ എന്താ വരാത്തെ? എന്ത് പറയാനാ പ്രിയെ, അവനെയാണെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഒരു ദിവസം വിളിച്ചപ്പോ എപ്പോഴും ഫോൺ എടുത്തു. കാര്യം ചോദിച്ചപ്പോ അവ എന്ന് വരുമെന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വിളിക്കണമെന്നില്ല എന്നും പറഞ്ഞിട്ട് ഫോൺ വെച്ചു. എന്നാലും എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ വീണ്ടും ഡെയിലി വിളിക്കും, അവൻ ഫോൺ എടുക്കില്ല. എപ്പോഴെങ്കിലും ഇതുപോലെ ഫോൺ എടുത്തിട്ട് പ്രിയാകുമ്പോ ഇങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെച്ചിട്ട് പോകും. അജുവിനെ കാണാത്തോണ്ട് അവിടെ 3 പേർക്ക് നല്ല വിഷമമുണ്ട്. അതിന്റെ ഒരു ഇതില് 3 പേരും കുറച്ച് ഡൗൺ ആയിട്ടായിരിക്കുന്നേ. പ്രിയെ, ഈ കേക്ക് ഞാൻ എവിടെയാ വെക്കുക? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ അത് അവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കൂ. നിങ്ങളെ കയ്യിൽ ആ കേക്ക് ഇരിക്കുന്ന കാണുമ്പോഴേ എനിക്ക് പേടിയാവാം. ഇനി അത് എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ടിട്ട് വേണം ഇനി പുതിയ കേക്കിന് വേണ്ടി സമയമില്ലാത്ത സമയത്ത് ഞാൻ അയച്ചു നടക്കാൻ. ഒന്ന് അവിടെ എവിടെയെങ്കിലും വെക്കൂ. ശരി, ഇനി ഞാൻ ഒരു പണി എടുക്കുന്നില്ല. ഞാൻ അവിടെ കൗച്ചിൽ പോയിരുന്നോളാം, മതിയോ? ആ, അത് മികച്ച ഒരു തീരുമാനം. പോയിരുന്നോ. ദേവു, ബർത്ത്ഡേ ആയിട്ട് നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കില്ലേ? നീ വേഗം റെഡി ആയിട്ട് താഴേക്ക് വാ, അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കുക. അതെ ദേവു, ഇന്ന് നല്ലൊരു ദിവസമല്ലേ? നീ എല്ലാം മറന്നിട്ട് ചിരിച്ചോണ്ട് താഴേക്ക് വന്നേ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുക. അവൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതിലൊരുപാട് സിൻസിയറിറ്റി ഞാൻ കണ്ടിരുന്നു. അത് ജെന്യൂൻ ആണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇപ്പോ അതങ്ങനെ ആണോ അല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ അത്ര ഇഷ്ടമുണ്ടായിട്ട് അവൻ എന്താ എന്റെ ബർത്ത്ഡേക്ക് പോലും വരാത്ത? ഇത്രയും ദിവസമായിട്ട് എന്നൊന്ന് കാണണമെന്ന് പോലും അവനെന്താ തോന്നാത്ത? നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടല്ലേ. നമുക്ക് എന്താണ് സത്യം എന്ന് അറിയില്ലല്ലോ. അവൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നീ സമാധാനിക്ക്. നീ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി റെഡി ആയിട്ട് വേഗം വാ. മൊഴികളിൽ നീരാടാം, മിഴികൾ നീന്തി അലയാം, ഇരുളിലോ പകലിനായി മഴയാകാം, കുളിരായി പീലി വിടരാം, ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ, ഈ ആകാശങ്ങളാകെ നിലവേ ഹാപ്പി ബർത്ത്ഡേ ദേവൂസേ. ഈ താഴ്വാരങ്ങളാകെ. എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എന്താ പറ്റിയേ? ആരെ ലൈറ്റ് ഓഫ് ചെയ്തേ? നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു, മിഴിയിൽ നീ അകലെ, എൻ കണ്ണിൽ കണിയായി കണിയായി. मैं आशिक हूँ, आवारा हूँ, अनजाना हूँ, दीवाना हूँ. मैं आशिक हूँ, आवारा हूँ, दीवाना हूँ, परवाना. ദേവിക പ്രകാശ്. മനോഹരി രാധേ രാധേ മുരാരി നേട് പെണ്ണ് പിണങ്ങിയോ കണ്ണൻ കണ്ണേ ഇണങ്ങുവാൻ ചെല്ല് ചെല്ല് മുകുന്ദന്റെ. ഹേ, എന്തിനാ കരയുന്നേ? എന്നെ മിസ് ചെയ്തു. എവിടെയായിരുന്നു ഇത്രയും നാള്? ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടാ പോയേ? അതൊക്കെയുണ്ട്, അത് ഞാൻ പറയാം. പക്ഷേ അതിനു മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം റിയലി സോറി ദേവു. നിന്നോടൊരു വാക്ക് പോലും പറയാതെ ഇത്രയും നാൾ മാറി നിന്നതിന്. ഈ മാറി നിന്ന സമയത്തൊക്കെ നിന്നെ പറ്റി ആലോചിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ദേവു നിന്നെ. നിന്റെ കൺഫ്യൂഷൻ മാറിയോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് നീ ഇല്ലാതെ എന്തായാലും പറ്റില്ല. സോ ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. ഇനി എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ചോദിക്കുക. മിസ് ദേവിക പ്രകാശ്, വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട്? എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവാൻ. ആർ യു റെഡി? Yes, I'm ready.
ദേവു, can I kiss you? ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ള ബോധം വേണം രണ്ടുപേർക്കും. എന്നാലും എന്റെ പൊന്നച്ചു, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു തവണ പോലും നീ ഇവിടെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് നോക്കുന്ന പോലും ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു? ആരാ പറഞ്ഞേ ഞാനങ്ങനെ നോക്കിയിട്ടില്ല എന്ന്? ഈ വർഷങ്ങൾ ഇത്രയും ഞാൻ ഒരാളെ മാത്രമേ ആ ഒരു രീതിയിൽ കണ്ടിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെയായിരിക്കും. അതെപ്പോ ഞാനും കണ്ടിട്ടില്ലല്ലോ നീ എന്നെ നോക്കുന്നത്. അതിന് കണ്ണ് തുറന്ന് നോക്കണം, എന്നാലേ കാണൂ. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു, മിഴിയിൽ നീ അകലെ, എൻ കണ്ണിൽ കണിയായി. मैं आशिक हूँ, आवारा हूँ, अनजाना हूँ, दीवाना हूँ. मैं आशिक हूँ, आवारा हूँ, दीवाना हूँ, परवाना. എടാ കള്ള, നീ ഇത്രയും കാലം ഞങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചല്ലേ? നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ സ്വീറ്റ് മൊമെന്റ്സ് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. നടക്കട്ടെ. ദേവു, ഷാൽ വി ഡാൻസ്? മൊഴികളിൽ നീരാടാം, മിഴികൾ നീന്തി അലയാം, ഇരുളിലോ തിരിയാകാമെന്നും, പകലിനായി മഴയാകാം, കുളിരായി പീലി വിടരാം, ഈ പൂഞ്ചെരുവിൽ തണലേകിടുമോ നിലവേ നിലവേ, ഈ ആകാശങ്ങളാകെ നിലവേ നിലവേ. ചോറ് തീർന്നെന്ന് കരുതിയോ? തീർന്നു. പക്ഷേ ആർക്കും അറിയാത്ത വേറൊരു കാര്യം കൂടെയുണ്ട്. അജുവിനും അറിയില്ല. നിങ്ങളോട് മാത്രം പറയാം. ഇത്രയും കാലം ഞാനറിയാതെ അവൻ എന്നെ എങ്ങനെയാ നോക്കിയെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ? അതുപോലെ ഇത്രയും കാലം അവൻ അറിയാതെ ഞാൻ എങ്ങനെയൊക്കെയാ ഒളിച്ചും പാത്തവരെ നോക്കിയെന്ന് നിങ്ങൾക്കറിയോ? ഇറ്റ്സ് എ സീക്രട്ട്. ആരോടും പറയണ്ട. ഒരു കുഞ്ഞഴലിനു തണലു തൂകുവാൻ മഴമുകിലായി വന്നു നീ, കഥനം നിറയുന്ന വീതിയിൽ ഒരു ചെറു കഥയുമായി വന്നു നീ. എന്റെ സ്വപ്നങ്ങളിൽ, എന്റെ ദുഃഖങ്ങളിൽ ഒരു പൊൻതൂവലായി തൊട്ടു തഴുകുന്നു നീ. നീയും ഞാനും ഒരു ശിലയിൽ